ഓം ശാന്തി. 9/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അതായത് സർവധർമ്മപിതാക്കളുടെയും ആദി പിതാവാണ് പ്രജാപിത ബ്രഹ്മ. ബ്രഹ്മാവിൻ്റെ ഓക്യുപ്പേഷൻ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ചോദ്യം: കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കാനുള്ള യുക്തി എന്താണ്? ഉത്തരം: ഈ ജന്മത്തിലെ ഒരു കർമ്മവും ബാബയിൽ നിന്നും ഒളിപ്പിക്കാതിരിക്കൂ. ശ്രീമത്തനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യൂ, എങ്കിൽ ഓരോ കർമ്മവും ശ്രേഷ്ഠമാകും. മുഴുവൻ ആധാരവും കർമ്മങ്ങളുടെ മേലാണ്. അഥവാ ആരെങ്കിലും പാപകർമ്മം ചെയ്ത് ഒളിപ്പിക്കുകയാണെങ്കിൽ അതിന് 100 മടങ്ങ് ശിക്ഷയുണ്ടാകുന്നു. പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയുമായി യോഗം മുറിയുന്നു. പിന്നെ ഇങ്ങനെ ഒളിപ്പിക്കുന്നവരുടെ സത്യനാശമുണ്ടാകുന്നു. അതിനാൽ സത്യമായ ബാബയോടൊപ്പം സത്യമായിരിക്കൂ. ഓം ശാന്തി. മധുരമധുരമായ സിഖിലതെ, അതായത് വളരെ കാലം വേർപിരിഞ്ഞു ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ പഴയ ലോകത്തിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെ സഞ്ചാരികളാണ്. ലോകത്തുള്ള മനുഷ്യർ മനസ്സിലാക്കുന്നത് ഇവിടെ ഇനിയും 40,000 വർഷങ്ങൾ വസിക്കേണ്ടതുണ്ട് എന്നാണ്. കുട്ടികളായ നിങ്ങൾക്ക് നിശ്ചയമുണ്ടല്ലോ, ഈ കാര്യങ്ങൾ മറക്കാതിരിക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഗദ്ഗതമുണ്ടാകേണ്ടതാണ്. ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുവോ ഇതെല്ലാം വിനാശമാകാൻ പോകുന്നവയാണ്. ആത്മാവാണെങ്കിൽ അവിനാശിയാണ്. ഇതും ബുദ്ധിയിലുണ്ട്. നമ്മൾ ആത്മാക്കൾ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തു. ഇപ്പോൾ ബാബ കൊണ്ടുപോകുവാനായി വന്നിരിക്കുന്നു. പഴയ ലോകം പൂർത്തിയാകുമ്പോൾ ബാബ വരുന്നു പുതിയ ലോകമാക്കുവാൻ. പുതിയ ലോകത്തിൽ നിന്നും പഴയതും, വീണ്ടും പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകവും. ഈ ചക്രത്തിൻ്റെ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അനേകം തവണ നമ്മൾ ഈ ചക്രം കറങ്ങി. ഇപ്പോൾ ഈ ചക്രം പൂർത്തിയാകുന്നു. പിന്നെ പുതിയ ലോകത്തിൽ നമ്മൾ കുറച്ച് ദേവതമാരെ ഉണ്ടായിരിക്കുകയുള്ളൂ, മനുഷ്യർ ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഉറച്ച നിശ്ചയമുണ്ടല്ലോ. ബാക്കി കർമ്മങ്ങളുടെ മേൽ തന്നെയാണ് മുഴുവൻ ആധാരവും. മനുഷ്യർ തലകീഴായ കർമ്മം ചെയ്യുന്നുവെങ്കിൽ അത് ഉള്ളിൽ തീർച്ചയായും നേറിക്കൊണ്ടിരിക്കും. അതിനാൽ ബാബ ചോദിക്കുന്നു, ഈ ജന്മത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? ഇത് മോശമായ രാവണ രാജ്യം തന്നെയാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. രാവണൻ എന്നത് ഏത് വസ്തുവിൻ്റെ പേരാണ് എന്നത് ലോകത്തിന് അറിയില്ല. രാമരാജ്യം വേണം എന്ന് ബാപ്പുജി പറയുമായിരുന്നു, പക്ഷേ അർത്ഥം മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ മനസ്സിലാക്കിച്ചു തരുന്നു രാമരാജ്യം എപ്രകാരത്തിലുള്ളതാണ് എന്ന്. ഇതാണെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ലോകമാണ്. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ കുട്ടികൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഭക്തി ചെയ്യുന്നില്ല. ഇപ്പോൾ ബാബയുടെ കൈ ലഭിച്ചിരിക്കുന്നു. ബാബയുടെ ആശ്രയമില്ലാതെ നിങ്ങൾ വിഷയവൈതരണി നദിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയായിരുന്നു. പകുതി കൽപ്പം ഭക്തിയാണ്. ജ്ഞാനം ലഭിക്കുന്നതിലൂടെ നിങ്ങൾ പുതിയ ലോകമായ സത്യയുഗത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ നിശ്ചയമുണ്ട്, നമ്മൾ ബാബയെ ഓർമ്മിച്ച്
പവിത്രമായി മാറും. പിന്നെ പവിത്ര രാജ്യത്തിലേക്ക് വരും. ഈ ജ്ഞാനവും ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇതിൽ നിങ്ങൾ മോശമായതിൽ നിന്നും പുഷ്പം അഥവാ മുള്ളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. ആരാണ് ആക്കുന്നത്? ബാബ. ബാബയെ അറിഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ ആത്മാക്കളുടെ പരിധിയില്ലാത്ത പിതാവാണ്. ലൗകിക പിതാവിനെ പരിധിയില്ലാത്ത പിതാവ് എന്ന് പറയില്ല. പാരലൗകിക പിതാവ് ആത്മാക്കളുടെ കണക്കിൽ സർവരുടെയും പിതാവാണ്. പിന്നെ ബ്രഹ്മാവിൻ്റെയും ഓക്യുപ്പേഷൻ വേണ്ടതാണ്. കുട്ടികളായ നിങ്ങൾ സർവരുടെയും ഓക്യുപ്പേഷൻ അറിഞ്ഞു കഴിഞ്ഞു. വിഷ്ണുവിൻ്റെയും ഓക്യുപ്പേഷൻ അറിഞ്ഞു. എത്ര അലങ്കരിക്കപ്പെട്ടതാണ്! സ്വർഗത്തിൻ്റെ അധികാരിയാണല്ലോ ഇദ്ദേഹം. അതായത് ബ്രഹ്മാവ് സംഗമത്തിലേതാണ് എന്ന് തന്നെ പറയും. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം അതും സംഗമത്തിലാണല്ലോ വരുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, പഴയ ലോകത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും സംഗമമാണ് ഇത്. ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുന്നുമുണ്ട്. പാവന ലോകമാണ് പുതിയ ലോകം, പതീത ലോകമാണ് പഴയ ലോകം. പരിധിയില്ലാത്ത ബാബയ്ക്കും പാർട്ടുണ്ട് എന്നതും അറിയുന്നു. ക്രിയേറ്ററും ഡയറക്ടറുമാണല്ലോ. എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആ ഒന്നിന് ഏതെങ്കിലും ആക്ടിവിറ്റി ഉണ്ടാകുമല്ലോ. ആ ഒന്നിനെ മനുഷ്യൻ എന്ന് പറയുകയില്ല. ആ ഒന്നിന് ശരീരമില്ല. ബാക്കി എല്ലാവരെയും ഒന്നുകിൽ മനുഷ്യൻ അല്ലെങ്കിൽ ദേവത എന്ന് പറയും. ശിവബാബയെ ദേവതയെന്നോ മനുഷ്യനെന്നോ പറയുവാൻ സാധിക്കില്ല. കാരണം ആ ഒന്നിന് ശരീരമേ ഇല്ല. ഇതാണെങ്കിൽ ടെമ്പററിയായി എടുത്തിരിക്കുന്നതാണ്. സ്വയം പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഞാൻ ശരീരമില്ലാതെ രാജയോഗം എങ്ങനെ പഠിപ്പിക്കും? എന്നെ മനുഷ്യർ കല്ലിലും മണ്ണിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ദേവതമാർ സത്യയുഗേ രാജപദം എങ്ങനെയാണ് നേടിയത്? തീർച്ചയായും പുരുഷോത്തമ സംഗമയുഗത്തിൽ രാജയോഗം പഠിച്ചിട്ടുണ്ടാകും. ഇത് സ്മരിച്ച് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് അളവറ്റ സന്തോഷമുണ്ടാകണം. നമ്മളിപ്പോൾ 84ൻ്റെ ചക്രം പൂർത്തിയാക്കി. ബാബ കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു. ബാബ സ്വയം പറയുന്നു, ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. സത്യയുഗത്തിലെ പ്രിൻസ് ആയിരുന്ന ശ്രീകൃഷ്ണൻ തന്നെ പിന്നെ 84ൻ്റെ ചക്രം കറങ്ങുന്നു. നിങ്ങൾ ശിവൻ്റേത് 84 ജന്മം എന്ന് പറയുകയില്ല. നിങ്ങളിലും പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ചാണ് അറിയുന്നത്. മായ വളരെ കടുത്തതാണ്, ആരെയും വിടുന്നില്ല. ഇത് ബാബ നല്ല രീതിയിൽ അറിയുന്നു. ബാബ അന്തർയാമിയാണ് എന്ന് മനസ്സിലാക്കരുത്. അല്ല, എല്ലാവരുടെയും ആക്ടിവിറ്റി, അതായത് പ്രവൃത്തിയിലൂടെ അറിയുന്നു. സമാചാരം വരുന്നു. മായ പൂർണ്ണമായും പച്ചയ്ക്ക് വയറ്റിനുള്ളിലാക്കുന്നു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. ബാബയ്ക്കാണെങ്കിൽ എല്ലാം അറിയാൻ കഴിയുന്നു. മനുഷ്യർ പിന്നെ വിചാരിക്കുന്നു ബാബ അന്തർയാമിയാണ്. ബാബ പറയുന്നു, ഞാൻ അന്തർയാമിയല്ല. ഓരോരുത്തരുടെയും ചലനത്തിലൂടെ, അതായത് പെരുമാറ്റത്തിലൂടെ എല്ലാം അറിയാൻ കഴിയുന്നു. വളരെ മോശമായ പെരുമാറ്റം നടത്തുന്നു. ബാബ കുട്ടികൾക്ക് ജാഗ്രത വരുത്തുന്നു. മായയിൽ നിന്നും സംരക്ഷിക്കണം. മായ ഇങ്ങനെയുള്ളതാണ്. അത് ഏതെങ്കിലും രൂപത്തിൽ പൂർണ്ണമായും വിഴുങ്ങുന്നു.
പിന്നെ ബാബ മനസ്സിലാക്കിച്ചാലും ബുദ്ധിയിലിരിക്കുന്നില്ല. അതിനാൽ കുട്ടികൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. കാമം മഹാശത്രുവാണ്. നമ്മൾ വികാരത്തിൽ പോയി എന്ന് അറിയാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയും ഉണ്ടാകുന്നു. അതിനാൽ ബാബ പറയുന്നു, എന്തെങ്കിലും തെറ്റോ മറ്റോ സംഭവിക്കുന്നു എങ്കിൽ സ്പഷ്ടമായി പറയൂ, ഒളിപ്പിക്കാതിരിക്കൂ. ഇല്ലെങ്കിൽ 100 മടങ്ങ് പാപമുണ്ടാകും. മനസ്സ് നീറിക്കൊണ്ടിരിക്കും, പൂർണ്ണമായും വീണുപോകും. സത്യമായ ബാബയോടൊപ്പം തീർത്തും സത്യതയുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ വളരെ വളരെ നഷ്ടമാണ്. മായ ഈ സമയം വളരെ കടുത്തതാണ്. ഇത് രാവണന്റെ ലോകമാണ്. നമ്മൾ ഈ പഴയ ലോകത്തെ എന്തിന് ഓർമ്മിക്കുക പോലും ചെയ്യണം? നമ്മൾ പുതിയ ലോകത്തെ ഓർമ്മിക്കണം. അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാബ പുതിയ കെട്ടിടം ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കില്ലേ, നമുക്ക് വേണ്ടി കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സന്തോഷമായിരിക്കും. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത കാര്യമാണ്. നമ്മൾ നമുക്ക് വേണ്ടി പുതിയ ലോകമാകുന്ന സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ തീർച്ചയായും വസിക്കുവാനുള്ള കെട്ടിടങ്ങളും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നവരാണ്. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും പുഷ്പമായി മാറും. നമ്മൾ വികാരങ്ങൾക്ക് വശപ്പെട്ട് മുള്ളായി പോയിരുന്നു. ബാബയ്ക്കറിയാം, മായ പകുതി പൂർണ്ണമായും ഭക്ഷിക്കുന്നു. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ആരാണോ വരാത്തത് അവർ മായയ്ക്ക് വശപ്പെട്ടുവല്ലോ. ബാബയുടെ അടുക്കൽ വരുന്നില്ല. ഇങ്ങനെ മായ വളരെ പേരെ വിഴുങ്ങുന്നു. വളരെ നല്ലത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്യും, ഇത് ചെയ്യും. നമ്മൾ യജ്ഞത്തിന് വേണ്ടി പ്രാണൻ നൽകാനും തയ്യാറാണ് എന്നെല്ലാം. ഇന്ന് അവരില്ല. നിങ്ങളുടെ യുദ്ധം തന്നെ മായയോടാണ്. മായയുമായി യുദ്ധം എങ്ങനെയാണ് നടക്കുന്നത് എന്നത് ലോകത്തിൽ ആരും അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബ ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം നൽകി. അതിലൂടെ നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വന്നു കഴിഞ്ഞു. ആത്മാവിന് തന്നെയാണ് ഈ ജ്ഞാന നേത്രം നൽകുന്നത്. അപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. ഭക്തിയിൽ നിങ്ങൾ ഓർമ്മിച്ചു വന്നിരുന്നുവല്ലോ. അങ്ങ് വരികയാണെങ്കിൽ ബലിയർപ്പണമാകും എന്ന് പറയുമായിരുന്നു. എങ്ങനെ ബലിയർപ്പണമാകും? ഇതറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ആത്മാവായിരിക്കുന്നത് പോലെ ബാബയുമാണ്. ബാബയുടേത് അലൗകിക ജന്മമാണ്. കുട്ടികളായ നിങ്ങളെ എത്ര നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. സ്വയം പറയുന്നു, ആരാണോ കൽപ്പകൽപ്പങ്ങളിൽ നമ്മുടെ പിതാവാകുന്നത്, ഇത് അതേ ബാബയാണ്. നമ്മളും ബാബ ബാബ എന്ന് പറയുന്നു. ബാബയും കുട്ടികളെ കുട്ടികളെ എന്ന് പറയുന്നു. ആ ഒന്ന് ടീച്ചറിൻ്റെ രൂപത്തിൽ രാജയോഗം പഠിപ്പിക്കുന്നു. മറ്റാർക്കും രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയുടേതായ ശേഷം ആ ടീച്ചറിൻ്റെ ശിക്ഷണവും എടുക്കേണ്ടതാണ്. സന്തോഷത്തിൽ ഗദ്ഗതമുണ്ടാകേണ്ടതാണ്. അഥവാ മോശമായി പോയി എങ്കിൽ പിന്നെ ആ സന്തോഷം വരില്ല. പിന്നെ എത്ര തന്നെ പ്രയത്നിച്ചാലും അവർ നമ്മുടെ ജാതിയിലെ, അതായത് കുലത്തിലെ സഹോദരൻ അല്ലാത്തതുപോലെയാണ്. ഇവിടെ മനുഷ്യർക്ക് എത്ര സർനെയിമുണ്ട്. നിങ്ങളുടെ സർനെയിം നോക്കൂ, എത്ര വലുതാണ്. ഇതാകട്ടെ വലുതിലും വലുത് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മ ആണ്. ആ ഒന്നിനെ ആരും അറിയുന്നില്ല. ശിവ ബാബയാണെങ്കിൽ സർവവ്യാപി എന്ന് പറഞ്ഞിരിക്കുന്നു.
ബ്രഹ്മാവിനെ കുറിച്ചും ആർക്കും അറിയില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കറിൻ്റെ ചിത്രവുമുണ്ട്. ബ്രഹ്മാവിനെ സൂക്ഷ്മവതനത്തിലേക്ക് കൊണ്ടുപോയി. ബയോഗ്രഫി ഒന്നും തന്നെ അറിയുന്നില്ല. സൂക്ഷ്മ ലോകത്തിൽ ബ്രഹ്മാവിനെ കാണിക്കുന്നു. പിന്നെ പ്രജാപിത ബ്രഹ്മ എവിടെ നിന്ന് വരും? അവിടെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുമോ? ആർക്കും അറിയില്ല. പ്രജാപിത ബ്രഹ്മ എന്ന് പറയുന്നു, പക്ഷേ ബയോഗ്രഫി അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇത് എൻ്റെ രഥമാണ്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ ഈ ആധാരം എടുത്തിരിക്കുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗം ഗീതയുടെ എപ്പിസോഡാണ്. പവിത്രതയും മുഖ്യമാണ്. പതീതത്തിൽ നിന്നും എങ്ങനെയാണ് പാവനമാകേണ്ടത് എന്നത് ലോകത്തിൽ ആർക്കും അറിയില്ല. സാധു സന്യാസിമാരും ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല, ദേഹസഹിതം എല്ലാം മറക്കൂ, ഒരു ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ മായയുടെ പാപകർമ്മങ്ങളെല്ലാം ഭസ്മമായി പോകും എന്ന്. ഏതെങ്കിലും ഗുരു ഇങ്ങനെ ഒരിക്കലും പറയുകയില്ല. ബാബ മനസ്സിലാക്കിക്കുന്നു, ഇദ്ദേഹം ബ്രഹ്മാവ് എങ്ങനെയാണ് ആകുന്നത്. ശൈശവത്തിൽ ഗ്രാമത്തിലെ ബാലനായിരുന്നു. 84 ജന്മങ്ങൾ എടുത്തു, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. പുതിയ ലോകം തന്നെ പിന്നെ പഴയതാകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ധാരണ ചെയ്യുവാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ബുദ്ധിവാനായിരിക്കുന്നു. മുൻപ് ബുദ്ധിഹീനരായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ ബുദ്ധിവാനാണ്. ഇവിടെ ബുദ്ധിഹീനരാണ്. മുന്നിൽ നോക്കൂ, ഇവർ പാരഡൈസിൻ്റെ അധികാരിയാണല്ലോ. കൃഷ്ണൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു, പിന്നെ ഗ്രാമത്തിലെ ബാലനായി. കുട്ടികളായ നിങ്ങൾക്ക് ഇത് ധാരണ ചെയ്ത് പിന്നെ തീർച്ചയായും പവിത്രവുമാകണം. മുഖ്യമായത് തന്നെ പവിത്രതയുടെ കാര്യമാണ്. എഴുതുന്നുമുണ്ട്, ബാബ മായ നമ്മളെ വീഴ്ത്തിക്കളഞ്ഞു, കണ്ണുകൾ ക്രിമിനലായി പോയി. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം, ബാബയെ ഓർമ്മിക്കണം. കുറച്ച് സമയം ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്ത് പിന്നെ നമ്മൾ പോകുന്നു. ഈ പഴയ ലോകത്തിൻ്റെ വിനാശത്തിനു വേണ്ടി യുദ്ധവും തുടങ്ങുന്നു. എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നു, നമ്മൾ ദേവതയാവുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ ലോകവും വേണ്ടതാണ്. അതിനാൽ വിനാശം തീർച്ചയായും ഉണ്ടാകും. നമ്മൾ നമ്മുടെ പുതിയ ലോകം ശ്രീമത്തനുസരിച്ച് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ സേവനത്തിൽ ഉപസ്ഥിതമാകുന്നു. പതീതരായ നമ്മളെ വന്ന് പാവനമാക്കൂ എന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിലൂടെ ഞാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് വളരെ സഹജമായ വഴി പറഞ്ഞു തരാൻ. മന്മനാഭവ. ഭഗവാൻ ഉവാചയാണല്ലോ, കേവലം കൃഷ്ണൻ്റെ നാമം നൽകിയിരിക്കുന്നു. ബാബയുടെ നെക്സ്റ്റ് ആണ് കൃഷ്ണൻ. ഈ ഒന്ന്, അതായത് ബാബ പരംധാമത്തിൻ്റെ അധികാരിയാണ്. അതായത് കൃഷ്ണൻ വിശ്വത്തിൻ്റെ അധികാരിയാണ്. സൂക്ഷ്മവതനത്തിൽ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. എല്ലാത്തിനേക്കാളും നമ്പർ 1 ആണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണനെ വളരെയധികം സ്നേഹിക്കുന്നു. ബാക്കി പിന്നാലെ പിന്നാലെ വന്നിരിക്കുന്നു. സ്വർഗത്തിൽ എല്ലാവർക്കും പോകുവാൻ സാധിക്കില്ല. അപ്പോൾ മധുരമധുരമായ കുട്ടികൾക്ക് ആഴത്തിലുള്ള സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ആർട്ടിഫിഷ്യൽ സന്തോഷം തുടർന്നു പോവുകയില്ല. പുറത്തു നിന്നും പലതരത്തിലുള്ള കുട്ടികൾ ബാബയുടെ അടുക്കൽ വരുമായിരുന്നു. ഒരിക്കലും പവിത്രമായിരിക്കുന്നില്ല. വികാരത്തിൽ പോകുന്നുവെങ്കിൽ പിന്നെ വരുന്നത് തന്നെ എന്തിന് എന്ന് ബാബ മനസ്സിലാക്കിക്കുമായിരുന്നു. അവർ പറയുമായിരുന്നു, എന്ത് ചെയ്യട്ടെ, ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ദിവസവും വരുന്നു. എപ്പോഴാണ് അത്തരമൊരു അമ്പ് തറയ്ക്കുക എന്നതറിയില്ല. അങ്ങില്ലാതെ
സദ്ഗതി ആര് ചെയ്യുവാനാണ്? വന്നിരിക്കുമായിരുന്നു. മായ വളരെ ബലവാനാണ്. ബാബ നമ്മളെ പതീതത്തിൽ നിന്നും പാവനമായ പുഷ്പമാക്കുന്നു എന്ന നിശ്ചയവുമുണ്ട്. പക്ഷെ എന്തു ചെയ്യാം? എങ്കിലും സത്യം പറയുമായിരുന്നു. ഇപ്പോൾ തീർച്ചയായും അവർ നന്നായിട്ടുണ്ടാകും. ഈ ഒന്നിലൂടെ തന്നെ നമ്മൾ നന്നാകും എന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു. ഈ സമയം എത്ര ആക്ടേഴ്സാണുള്ളത്? ഒരാളുടെ ഫീച്ചേഴ്സ് മറ്റൊരാളുടേതുമായി സാമ്യമുണ്ടാകില്ല. വീണ്ടും കൽപ്പത്തിനു ശേഷം അതേ ഫീച്ചേഴ്സിലൂടെ പാർട്ട് റിപ്പീറ്റ് ചെയ്യും. ആത്മാക്കളെല്ലാം ഫിക്സ് ആണല്ലോ. എല്ലാ ആക്ടേഴ്സും തികച്ചും ആക്യുറേറ്റായ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. യാതൊരു വ്യത്യാസവും ഉണ്ടാവുക സാധ്യമല്ല. എല്ലാ ആത്മാക്കളും അവിനാശിയാണ്. അതിൽ പാർട്ടും അവിനാശിയായി അടങ്ങിയിരിക്കുന്നു. എത്ര മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്! എത്ര മനസ്സിലാക്കിച്ചാലും പിന്നെയും മറന്നു പോകുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ഇതും ഡ്രാമയിൽ ഉണ്ടാകേണ്ടതാണ്. ഓരോ കൽപ്പത്തിലും രാജധാനി സ്ഥാപിതമാവുക തന്നെ ചെയ്യുന്നു. സത്യയുഗത്തിൽ വരുന്നത് തന്നെ കുറച്ചു പേരാണ്. അതും നമ്പർ വൈസാണ്. ഇവിടെയും നമ്പർ വൈസാണല്ലോ. ഒരാളുടെ പാർട്ട് ഒരാൾക്കേ അറിയൂ. രണ്ടാമത് ആർക്കും അറിയുവാൻ സാധിക്കില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യമായ ബാബയുടെ കൂടെ സദാ സത്യമായി ഇരിക്കണം. ബാബയിൽ പരിപൂർണ ബലി അർപ്പണമാകണം. ജ്ഞാനം ധാരണ ചെയ്ത് ബുദ്ധിവാനാകണം. അകമേ ആഴത്തിലുള്ള സന്തോഷത്തിലിരിക്കണം. ഏതെങ്കിലും ശ്രീമത്തിന് വിരുദ്ധമായ കാര്യം ചെയ്ത് സന്തോഷം നഷ്ടപ്പെടുത്തരുത്. വരദാനം: ഡ്രാമയുടെ പോയിന്റിൻ്റെ അനുഭവത്തിലൂടെ സദാ സാക്ഷിസ്ഥിതിയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന അചഞ്ചലവും ആടാത്തവരുമായി ഭവിക്കട്ടെ. ഡ്രാമയുടെ പോയിന്റിൻ്റെ അനുഭവിയായവർ ആരാണോ അവർ സദാ സാക്ഷി അവസ്ഥയുടെ സ്റ്റേജിൽ സ്ഥിതി ചെയ്ത് ഏകരസവും അചഞ്ചലവും ആടാത്തതുമായ സ്ഥിതി അനുഭവിക്കുന്നു. ഡ്രാമയുടെ പോയിന്റിൻ്റെ അനുഭവിയായ ആത്മാവ് ഒരിക്കലും തിന്മയിൽ തിന്മയെ കാണാതെ നന്മ മാത്രം കാണും. അതായത് സ്വമംഗളത്തിൻ്റെ വഴി കാണപ്പെടും. അമംഗളത്തിൻ്റെ കണക്ക് സമാപ്തമായി കഴിഞ്ഞു. മംഗളകാരിയായ ബാബയുടെ കുട്ടികളാണ്. മംഗളകാരി യുഗമാണ്. ഈ നോളജിൻ്റെയും അനുഭവത്തിൻ്റെയും അതോറിറ്റിയിലൂടെ അചഞ്ചലവും ആടാത്തവരും ആകൂ. സ്ലോഗൻ: ആരാണോ സമയത്തെ അമൂല്യമായി മനസ്സിലാക്കി സഫലമാക്കുന്നത് അവർ സമയം വരുമ്പോൾ ചതിക്കപ്പെടില്ല. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. ജ്ഞാനത്തിൻ്റെ ഖജനാവുകളിലൂടെ ഈ സമയത്ത് തന്നെയാണ് മുക്തിയും ജീവൻ മുക്തിയും അനുഭവിക്കേണ്ടത്. ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും കാരണമായ വികാരങ്ങൾ ഏതെല്ലാമാണോ അവയിൽ നിന്നും മുക്തമാകണം. അഥവാ ഏതെങ്കിലും വികാരം വന്നാൽ പോലും വിജയിയായി മാറണം. തോൽക്കരുത്. അനേകം വ്യർത്ഥ സങ്കല്പത്തിൽ നിന്നും വികൽപ്പത്തിൽ നിന്നും വികർമ്മങ്ങളിൽ നിന്നും മുക്തമാകണം. ഇതുതന്നെയാണ് ജീവൻ മുക്ത അവസ്ഥ. ഓം ശാന്തി. വ്യക്ത ലോകത്തിലെ സർവ വിസ്താരങ്ങളിൽ നിന്നും
മനസ്സിനെ ഒതുക്കി മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ ഏകാഗ്രതയോടെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. ശാന്തിയാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയിൽ നിന്നും ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തഭാവത്തിനും ഉപരി സ്ഥിതി ചെയ്തുകൊണ്ട് എൻ്റെ അവ്യക്ത സ്വരൂപം ഞാൻ ധാരണ ചെയ്യുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. പ്രകാശത്തിൻ്റെ ആകാരി സ്വരൂപത്തിൽ ലൈറ്റ് രൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ അവ്യക്ത മൂർത്തിയായ ബാപ്പ് ദാദയുടെ സാമീപ്യം എനിക്ക് സഹജമായി അനുഭവപ്പെടുന്നു. അവ്യക്ത ബാപ്പ് ദാദയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാപ്പ് ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നു. സഫലത നക്ഷത്രമായി ഭവിക്കുവാനുള്ള വരദാനം ബാപ്പ് ദാദ എനിക്ക് നൽകുന്നു. ബാപ്പ് ദാദയുടെ ദൃഷ്ടിയുടെ വരദാനങ്ങളുടെ അലൗകിക അനുഭവം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു.
ബിന്ദുരൂപമായ ശിവ് ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ അതി തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും സാരരൂപത്തിൽ പ്രാപ്തമാകുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു. സർവ ഈശ്വരീയ ഖജനാവുകളും സാരരൂപത്തിൽ ഉൾക്കൊള്ളുന്ന ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ ബിന്ദുരൂപനായ ബാബയുടെ ശക്തിശാലി ഓർമ്മ ഉൾക്കൊള്ളുന്ന ശക്തിശാലി മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു.